രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് എഴുത്തുകാരിയും പബ്ലിഷറുമായ എം.എ. ഷഹനാസ്. പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ളതാണ് യൂത്ത് കോൺഗ്രസ്. രാഹുൽ വന്നാൽ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പിന് പുച്ഛവും പരിഹാസവുമായിരുന്നു ഷാഫി പറമ്പിലിന്റെ മറുപടിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ബെൻസൺ, ഇപ്പോൾ അല്പസമയം മുൻപ് ഷാഫി തന്നെ നേരത്തെ സൂചിപ്പിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ഈ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കാനെന്നാണ്. ആ കഷ്ടപ്പാട് എന്താണ് എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ ഈ പോസ്റ്റിലൂടെ ഷഹനാസ് പറയുമ്പോൾ. അതെ രുചീഷ്, നമുക്കറിയാം ഷഹനാസ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവിയായി നിലനിൽക്കുന്ന ആളാണ്. അവർ ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ അന്നത്തെ അപ്പോൾ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിലിനോട് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരുന്നു. അതിൽ ഇവർ സമൂഹ മാധ്യമത്തിൽ കുറിച്ച കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒരുപാട് പെൺകുട്ടികൾക്ക് കടന്നു വരാനുള്ള ഒരിടമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം. അതിന്റെ പ്രസിഡന്റായിട്ട് ഇവനെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന്, നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടാവണമെങ്കിൽ ഇവനെ പോലെയുള്ള ആളുകൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് ഷാഫി പറമ്പിൽ എംപിയോട് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതിന് തെളിവുണ്ട് എന്നും അവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അക്കാലയളവിലെല്ലാം നടത്തി വന്നിരുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അല്ലെങ്കിൽ അനുഭാവികളായി കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം തന്നെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ രാഹുലിനെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തപ്പോൾ അത്തരത്തിൽ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് എന്നതാണ് ആ കുറിപ്പിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിർക്കുന്ന ആളുകളെ സൈബർ ലിഞ്ചിങ് നടത്തുന്ന ഒരു പ്രവൃത്തിക്കെതിരെയും ഇതിൽ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കുറിക്കുന്നുണ്ട്. അതിലൊരു വലിയ ആക്ഷേപം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന പരാതി, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നു. അവിടെ മറ്റ് ചലച്ചിത്ര താരങ്ങളെ, സിനിമാ നടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു PR വർക്ക് നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതിനെയും കൃത്യമായി തന്നെ ഈ എഴുത്തുകാരി വിമർശിക്കുന്നുണ്ട്. ബെൻസൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പോസ്റ്റിലൂടെ മനസ്സിലാകുമ്പോൾ അവർക്കും ഇത് പറയാനുണ്ട്. പ്രത്യേകിച്ച് പലപ്പോഴും നമ്മൾ ഈ സൈബർ ലിഞ്ചിങ്ങിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഈ കോൺഗ്രസുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെല്ലാം ഈ ഒരു വ്യക്തിയോട് മാത്രമാണ് ഈ പ്രശ്നം, പാർട്ടിയോട് ആ പ്രശ്നം ഇല്ല എന്ന് മാത്രമല്ല പാർട്ടി പൊതുസമൂഹത്തിൽ അപമാനിക്കപ്പെടരുതെന്ന് അറിഞ്ഞതുകൊണ്ടാണ് രഹസ്യമായി തന്നെ ഈ നേതാക്കളോട് ഇക്കാര്യം അറിയിക്കുന്നത്. അവർക്ക് അത് വേണമെങ്കിൽ നേരത്തെ തന്നെ പരസ്യമായി പറയാവുന്നതാണ്. പക്ഷെ അതൊക്കെ രഹസ്യമായി തന്നെ ഇത് പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ്. അതേ രുചി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രസ്ഥാനം നിലനിൽക്കണം, അത് കൃത്യമായിട്ടുള്ള രീതിയിൽ മുൻപോട്ട് പോകണം, അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലും എത്തണം, അത് എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈ ആളുകളുടെ പുഴുക്കുത്തുകൾക്കെതിരെ ഉള്ളിൽ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായും അതിൽ ഈ ഷഹനാസിന് അതിനൊരു മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്നത് ഇദ്ദേഹത്തോട് തന്നെയാണ്. അതായത് അപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി നിലനിന്നിരുന്ന ആളാണ്, അടുത്ത സംസ്ഥാന അധ്യക്ഷനാക്കാൻ ആരെ എന്നതിൽ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ആളാണ്. അത് ഷാഫി പറമ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. താൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് പണിയെടുത്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് എന്ന് പറയുമ്പോൾ അത്തരത്തിലാക്കരുത് എന്ന മുന്നറിയിപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ അനുഭാവിയായിരുന്ന ഒരാൾ തന്നെ കൃത്യമായും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു പുച്ഛവും പരിഹാസവുമായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ഷഹനാസ് പറഞ്ഞു വെക്കുന്നത്. അതിന് തെളിവുകളുണ്ട് എന്നടക്കം അവർ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അവർ പറയുന്ന ഇത്തരത്തിലാണ്, അതായത് അന്ന് അത്തരത്തിൽ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരരുത്, അത് ഈ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള വനിതകളോട് ചെയ്യുന്ന വലിയ തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ ഇവർ പരിഹസിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അതിലൊരു മനസ്താപം ഇല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോഴും പാർട്ടിയോടൊപ്പം തന്നെ നിൽക്കും, പക്ഷേ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ശബ്ദമുയർത്തുക തന്നെ ചെയ്യും. ഇപ്പോഴും ഇരയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്നും ഷഹനാസ് വ്യക്തമാക്കുകയാണ്. ശരി ബെൻസൺ, എന്തായാലും അവർ ആ പോസ്റ്റിൽ പറയുന്നുണ്ട് തനിക്കും ഒരു 21 വയസ്സുള്ള മകളുണ്ട്, അതുകൊണ്ട് തന്നെ മനസ്സിന് ഉള്ള വേദന അവർ ഈ നിമിഷം അത് പങ്കുവയ്ക്കുകയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിലിന് നൽകിയിരുന്നു. തെളിവുണ്ട് എന്ന് പറഞ്ഞ് തന്നെയാണ് ആ വിവരങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ അതിന് പുച്ഛവും പരിഹാസവുമായിരുന്നു ഷാഫി പറമ്പിലിന്റെ മറുപടി എന്നാണ് ഷഹനാസ് പറയുന്നത്.